ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പെർഫെക്റ്റായി ബോട്ട് നെക്ക് കട്ട് ചെയ്യാനുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ഫോർമുലകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ടിപ്സിലേക്ക് പോവാം. നമുക്ക് ഒന്നാമത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ടിപ്സ് എന്നത് നമ്മുടെ ഫുൾ ഷോൾഡർ എടുക്കുക. ഫുൾ ഷോൾഡർ പ്ലസ് തയ്യൽ തുമ്പ്. അപ്പോൾ സാധാരണ ബ്ലൗസിനൊക്കെ നമ്മൾ ഫുൾ ഷോൾഡർ എടുക്കാറില്ല, പക്ഷേ ബോട്ട് നെക്കിന് നമ്മൾ ഫുൾ ഷോൾഡർ എടുക്കണം. അതിൻ്റെ ഹാഫ് എടുത്ത് പ്ലസ് തയ്യൽ തുമ്പ് ചേർത്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി ഇത് അറിയാത്തവർ സാധാരണ ബ്ലൗസിൻ്റെ ഷോൾഡറിൻ്റെ കൂടെ പ്ലസ് 1 ഇഞ്ച് കൂടി കൂട്ടുക. ഇനി രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഷോൾഡർ സ്ലോപ്പ് നമ്മൾ മസ്റ്റായിട്ടും ഒരു 1/2 ഇഞ്ച് കൊടുക്കണം. അപ്പോൾ സാധാരണ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ സാധാരണയായിട്ട് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാറില്ല. അപ്പോൾ നമ്മൾ ബോട്ട് നെക്ക് ആവുമ്പോൾ 1/2 ഇഞ്ച് എന്തായാലും ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്സിലേക്ക് പോകാം. സാധാരണയായിട്ട് ബോട്ട് നെക്കിന് ഷോൾഡർ എത്രയാണോ എടുക്കുന്നത് അത്രയും തന്നെയായിരിക്കും ആം ഹോൾ എടുക്കുക. സാധാ ബ്ലൗസിൻ്റെ ആം ഹോൾ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 4-4.5 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ സ്പേസ് കിട്ടും. പിന്നെ ഷോൾഡർ കുറവായതുകൊണ്ടാണ് ഇത്രയ്ക്ക് സ്പേസ് കിട്ടുന്നത്. പക്ഷേ ബോട്ട് നെക്ക് ആകുമ്പോൾ നമ്മൾ ഫുൾ ഷോൾഡർ എടുക്കണ കാരണം കൊണ്ട് ഇവിടെ നോക്കി ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആം ഹോളിൻ്റെ ലെങ്ത്ത് കൂടുതൽ വേണം. അപ്പോൾ ആം ഹോളിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതാം. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 8 + 3. അപ്പോൾ നെഞ്ചുവണ്ണത്തിൻ്റെ 8-1 ഭാഗത്തോടു കൂടി 3 കൂട്ടിയാൽ നമുക്ക് ബോട്ട് നെക്ക് വരുമ്പോഴുള്ള ആം ഹോളിൻ്റെ ലെങ്ത്ത് എത്ര വേണമെന്ന് കണ്ടുപിടിക്കാം. ഇത് ബോട്ട് നെക്ക് വരുമ്പോഴുള്ള ആം ഹോളിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. സാധാരണ ബ്ലൗസിൻ്റെ അല്ല, അതിന് നമ്മൾ വേറെ ഫോർമുലയുണ്ട്. നാലാമത്തെ, നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 4, 4.5, 5, 5.5 നമുക്ക് കൊടുക്കാം. 36, 38 ചെസ്റ്റൊക്കെ വരുമ്പോൾ അത്രയ്ക്കൊക്കെ കൊടുക്കാം മിനിമം. ഈ ലെങ്ത്ത് വരുന്നത് മാക്സിമം 4.5-ൽ കൂടരുത്. കൂടി 5 എടുക്കുമ്പോൾ അത് ബോട്ട് നെക്കിന് അത് അത്ര ഭംഗിയാവില്ല. മാക്സിമം 4.5 ലെങ്ത്ത് എടുക്കുക. ഇനി അഞ്ചാമത്തെ ടിപ്സ് ഇതുപോലെ തന്നെ നമുക്ക് ആ ബോട്ട് നെക്കിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാം. അപ്പോൾ വിഡ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് ഇതുപോലെ നമുക്ക് കഴുത്തിൽ ചുറ്റി, അധികം ടൈറ്റും വേണ്ട ലൂസും വേണ്ട, അങ്ങനെ പിടിച്ചിട്ട് ആ റൗണ്ടിൻ്റെ അളവെടുക്കുക. അപ്പോൾ നെക്ക് റൗണ്ട് ഡിവൈഡഡ് ബൈ 6 + 1. ഇതാണ് നമ്മുടെ ബോട്ട് നെക്കിൻ്റെ നെക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പം നമുക്ക് ബോട്ട് നെക്കിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഫോളോ ചെയ്യാം. അപ്പോൾ എല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ ഫോർമുല എഴുതിയത്. അപ്പോൾ ഇനി നമുക്കിത് വെച്ച് ബോട്ട് നെക്കിൻ്റെ മെഷർമെൻറ്റൊക്കെ നമുക്കൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഷോൾഡർ 7.5 + 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് തയ്യൽ തുമ്പ് കൂട്ടി ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്തു. അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് നമ്മൾ ഉറപ്പായിട്ടും കൊടുക്കണം. അപ്പോൾ ഞാനതവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ബ്ലൗസിന് നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഭാഗം ഷോൾഡറായിട്ട് എടുക്കാറ്. അപ്പോൾ ബോട്ട് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ഷോൾഡർ ആദ്യം നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. തയ്യൽ തുമ്പ് ചേർത്ത് ഞാനിവിടെ 3 ഇഞ്ചും ഒരു പോയിൻറ്റും ചെറിയ ഷോൾഡറോടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ തയ്യൽ തുമ്പ് പോവും. അത് കഴിഞ്ഞ് നമുക്ക് ഷോൾഡറിൻ്റെ ആ വീതി ഒരു 2.5-2.25 ഇഞ്ച് കിട്ടുള്ളൂ. എനിക്ക് അത്രയും മതി. ബോട്ട് നെക്ക് ആകുമ്പോൾ ഷോൾഡറിൻ്റെ വീതി കുറച്ച് നെക്കിൻ്റെ വിഡ്ത്ത് കൂട്ടുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗി. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കുറച്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 3.25 അടിഭാഗത്തും അങ്ങനെ തന്നെയാണ്.
ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഈ 1/2 ഇഞ്ച് കഴിച്ച് നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ എനിക്ക് എൻ്റെ ആം റൗണ്ട് 8.5 ഇഞ്ചാണ്. 8.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത്ത് എത്ര വേണ്ടതെന്ന് കണ്ടുപിടിക്കാം. ആ ഒരു ലെങ്ത്തിൽ ഈ 8.5 ഇഞ്ച് കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം. അപ്പോൾ ആം ഹോളിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 8 + 3 ആണ്. 38 ചെസ്റ്റിൻ്റെ 8-1 ഭാഗം 4.25 പ്ലസ് അതിനോട് 3 ചേർത്താൽ 7.25 ആണ് നമ്മുടെ ആം ഹോളിൻ്റെ ലെങ്ത്ത് കിട്ടുക. അപ്പോൾ ആം ഹോളിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 7.25, ഈ 1/2 ഇഞ്ച് കഴിച്ച് 7.25 ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി അതവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ലൈൻ വരച്ച് കൊടുത്തു. ഇനി അതിൻ്റെ ആ ഒരു സെൻട്രൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം. ഇതിന് മുന്നേ നമുക്ക് ചെസ്റ്റ് 38 ആണ്, അതിൻ്റെ 4-1 ഭാഗം 9 ഇവിടെ മാർക്ക് ചെയ്തു. ഇനിതാ ഇവിടെ ഇതിൻ്റെ ആം ഹോളിൻ്റെ ആ നടുഭാഗം ഇതുപോലെ ടേപ്പ് വെച്ച് മാർക്ക് ചെയ്തു. നമുക്കൊരു ആം ഹോൾ കർവ് വെച്ചിട്ട് ആ 2 പോയിൻറ്റും കൂട്ടി യോജിപ്പിച്ച് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. ഇനി നമുക്ക് ആം റൗണ്ട് 8.5 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ 8.5 ഇഞ്ചും ഒരു പോയിൻറ്റ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. ഒരു പോയിൻറ്റ് വ്യത്യാസം വന്നാൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് 8.5 ആം റൗണ്ട് ഈ ലെങ്ത്തിൽ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ആം ഹോളിൻ്റെ ലെങ്ത്ത് മുകളിലേക്ക് കയറ്റി വരയ്ക്കുക. നിങ്ങൾക്ക് കുറവ് വരാമെന്ന് വെച്ചാൽ ആം ഹോളിൻ്റെ ലെങ്ത്ത് അടിയിലേക്ക് ഇറക്കി വരയ്ക്കുക. എപ്പോഴും ആം ഹോളിൻ്റെ റൗണ്ട് നോക്കിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ബോട്ട് നെക്ക് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ 2 തരത്തിൽ കട്ട് ചെയ്യാം. ഒന്ന് നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ചിട്ടും ഒന്ന് നമുക്ക് സാധാ അളവെടുത്തിട്ടും കട്ട് ചെയ്യാം. നെക്ക് വിഡ്ത്ത് ഞാനിവിടെ 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. നെക്കിൻ്റെ ലെങ്ത്തും 4 ഇഞ്ച് മാർക്ക് ചെയ്തു. തയ്യൽ തുമ്പ് കഴിച്ച് അത് കഴിഞ്ഞ് ഈ കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ച്, ഇവിടെ നിന്ന് 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തു. ഇവിടെ 1.5, ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും. എന്നിട്ട് ഈ 2 പോയിൻറ്റിൽ കൂടി ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കാം. സിമ്പിളായിട്ട് നമുക്ക് ഇത് കൈകൊണ്ട് വരച്ചെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഈ വശവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉണ്ടോ? അപ്പോൾ നമ്മുടെ ബോട്ട് നെക്ക് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നെക്ക് വിഡ്ത്തും നെക്കിൻ്റെ ലെങ്ത്തും എല്ലാം മാർക്ക് ചെയ്ത് ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്രഞ്ച് കർവ് എടുത്ത് ഇതുപോലെ വയ്ക്കുക. ഇതുപോലെ വെച്ചിട്ട് ഒന്ന് വരച്ച് കൊടുക്കുക. സിമ്പിളായിട്ട് ചെയ്യാം. ഇതുപോലെ ഷേപ്പ് വരച്ചിട്ട് അത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ബോട്ട് നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.